Hi all, myself Suhaila, Hacker Finance School Direct Tax or Income Tax Faculty ആണ്. Today നമ്മളൊരു ഡെമോ സെഷൻ കണ്ടക്ട് ചെയ്യാനാണ് വന്നിട്ടുള്ളത്. ടോപ്പിക് എന്ന് പറയുന്നത് ITR രജിസ്ട്രേഷൻ ആണ്. ബോത്ത് തിയറിറ്റിക്കൽ പെർസ്പെക്റ്റീവ് ആൻഡ് പ്രാക്ടിക്കൽ പെർസ്പെക്റ്റീവ് നമ്മളിന്ന് കവർ ചെയ്യും. സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് അവർ സെഷൻ. സോ ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് ITR രജിസ്ട്രേഷൻ ആണ്. ITR രജിസ്ട്രേഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻഡിവിജ്വൽ, അതായത് ഏതെങ്കിലും ഒരു SSക്ക് ITR ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേണിൻ്റെ രജിസ്ട്രേഷൻ എടുക്കൽ കമ്പൽസറി ആണ്. സിംപിളി പറയുകയാണെന്നുണ്ടെങ്കിൽ IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫയലിംഗ് പോർട്ടലിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, അതാണ് ITR രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. സോ കമ്മിങ് ടു ദ നോട്ട്, വാട്ട് ഈസ് ITR രജിസ്ട്രേഷൻ? ITR registration is a process of creating account in IT department ഫയലിംഗ് പോർട്ടൽ യൂസിങ് പാൻ നമ്പർ. നിങ്ങളെ പാൻ നമ്പർ യൂസ് ചെയ്തിട്ടാവും ITR രജിസ്ട്രേഷൻ എടുക്കുന്നുണ്ടാവുക. ക്ലിയർ ആണല്ലോ? ഇനി ഹൂ വിൽ നോട്ട് ടു ടേക്ക് ITR രജിസ്ട്രേഷൻ? ആരൊക്കെ ITR രജിസ്ട്രേഷൻ എടുക്കൽ മാൻഡേറ്ററി ആണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ പോകുന്നത് ഇൻഡിവിജ്വൽസിൻ്റെ ഇന്ത്യൻ ടാക്സബിൾ ഇൻകം എക്സീഡിങ് ത്രഷോൾഡ് ലിമിറ്റ് സ്പെസിഫൈഡ് ബൈ ദ ഗവൺമെൻറ് പറയുന്ന ത്രഷോൾഡ് ലിമിറ്റ് എക്സീഡ് ചെയ്തിട്ട് ഒരു ഇൻഡിവിജ്വൽ ഇൻകം ഏൺ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൾ എന്ത് ഫയൽ ചെയ്യേണ്ടി വരും? ITR റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും. ITR റിട്ടേൺ ഫയൽ ചെയ്യണമെങ്കിൽ ITR രജിസ്ട്രേഷൻ എടുക്കൽ മാൻഡേറ്ററി ആണ്. ആൻഡ് കമ്പനീസ് ആൻഡ് ഫോംസ് NRIs ഓൾസോ ഏർണിംഗ് ഇൻകം ഫ്രം സോഴ്സസ് ഇൻ ഇന്ത്യ. NRIs മീൻസ് ഓഫ് കോഴ്സ് അബ്രോഡുള്ള ഇൻഡിവിജ്വൽസ് ആവും. അവർ ഇന്ത്യയിൽ ഇൻകം ഏൺ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദേ ഓൾസോ മസ്റ്റ് ടേക്ക് ITR രജിസ്ട്രേഷൻ. ദെൻ വൈ രജിസ്ട്രേഷൻ? എന്തിനാണ് രജിസ്റ്റർ ചെയ്യുന്നത്? ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ITR റിട്ടേൺ ഫയൽ ചെയ്യലാണ് മാൻഡേറ്ററി ആയിട്ടുള്ള റീസൺ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ITR രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ITR ഫയൽ ചെയ്യാം. അതായത് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആണ്. ആൻഡ് നിങ്ങൾക്ക് നിങ്ങളെ ഇൻകംസ് ട്രാക്ക് ചെയ്യാം, നിങ്ങളെ ടാക്സ് പേയ്മെൻറ്റ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇനി റീഫണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം കുറച്ചും കൂടി ഈസിയർ വേയിൽ നിങ്ങൾക്ക് കിട്ടും. നെക്സ്റ്റ് വൺ, കീ ആസ്പെക്ട്സ് ഓഫ് ITR രജിസ്ട്രേഷൻ. ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ സെറ്റിംഗ് അപ്പ് യുവർ പ്രൊഫൈൽ ഓൺ IT ഡിപ്പാർട്ട്മെൻറ്റ്സ് ഫയലിംഗ് പോർട്ടലാണ്. പ്രീ റിക്വസിറ്റ്സ് എന്തൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ ഒരു വാലിഡ് പാൻ കാർഡ് വേണം, ആക്റ്റീവ് മൊബൈൽ നമ്പർ ലിങ്ക്ഡ് വിത്ത് പാൻ കാർഡ് വേണം, ആൻഡ് ഇമെയിൽ ID ഓൾസോ. ഇത് മൂന്നുമാണ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ എടുക്കാൻ മാൻഡേറ്ററി ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പ്രീ റിക്വസിറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ പറയുന്നത് പേർപ്പസ് ആണ്, അതായത് നിങ്ങളെ ഇൻകം ഡിക്ലെയർ ചെയ്യുക. ITR റിട്ടേൺ എന്ന് പറയുന്നത് നിങ്ങളെ ഇൻകം ഡിക്ലെയർ ചെയ്യലാണ്. ആൻഡ് റിപ്പോർട്ടിംഗ് ടാക്സ് പേയ്മെൻറ്റ്സ്, ക്ലെയിമിംഗ് റീഫണ്ട്സ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് പ്രോസസ്സാണ്. പ്രോസസ്സ് നമുക്ക് പ്രാക്ടിക്കലി കാണാം. Taxation is the safest career that anybody can attain in the coming years. Income taxിൻ്റെയും GSTയുടെയും 360-degree knowledge attain ചെയ്തിട്ട് ബൂമിംഗ് കരിയർ നേടാൻ വേണ്ടി നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നാണെങ്കിൽ കം ടു ഫിനാൻസ് സ്കൂൾ. വി ഹാവ് അവർ എക്സ്ക്ലൂസീവ് ടാക്സേഷൻ പ്രോഗ്രാം ആൻഡ് 15 days tax practitioner program designed specifically for you to get to the next step of your career. See you there. So പ്രാക്ടിക്കലി നമ്മൾ ITR രജിസ്ട്രേഷൻ കാണിക്കുന്നത് നമ്മളെ സിമുലേഷൻ സൈറ്റായ നെജി വിദ്യയിലൂടെയാണ്. ഒരു സിമുലേഷൻ സോഫ്റ്റ്വെയർ ആണ്. അതായത് നിങ്ങളെ ഇൻകം ടാക്സ് ഫയലിംഗ് പോർട്ടൽ അതേപോലെ തന്നെ പക്കായിട്ട് നമുക്കിവിടെ സിമുലേഷൻ സോഫ്റ്റ്വെയറുമായി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി ITR രജിസ്ട്രേഷൻ. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ITR രജിസ്ട്രേഷന് വേണ്ട ഡീറ്റെയിൽസ് ഇവിടെ തരുന്നുണ്ട്. രോഹിത് റാം is an Indian citizen whose gross total income exceeds the basic exemption limit. He provides you with the following information for his income tax registration. രോഹിത് റാം ഒരു ഇൻഡിവിജ്വൽ ഇന്ത്യൻ സിറ്റിസൺ ആണ്. ആളെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ത് എക്സീഡ് ചെയ്തിട്ടുണ്ട്? ബേസിക് എക്സംഷൻ ലിമിറ്റ് എക്സീഡ് ചെയ്തിട്ടുണ്ട്. സോ ഹി നീഡ് ടു ടേക്ക് ഇൻകം ടാക്സ് രജിസ്ട്രേഷൻ. ഓക്കെ, സോ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. പാൻ നമ്പർ തന്നിട്ടുണ്ട്. ലീഗൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ആൾ ഇൻഡിവിജ്വൽ ആണ്. നെയിം രോഹിത് റാം, ജെൻഡർ മെയിൽ, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് തന്നിട്ടുണ്ട്, റെസിഡൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് തന്നിട്ടുണ്ട്, മൊബൈൽ നമ്പർ ഉണ്ട്, ഇമെയിൽ ID ആൻഡ് പോസ്റ്റൽ അഡ്രസ്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് എന്തെടുക്കാൻ വേണ്ടത്? ITR രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടത്.
സോ നമ്മളിവിടെ സ്റ്റാർട്ട് ടാസ്ക് കൊടുക്കുക. ഓക്കെ, ഇതാണ് നിങ്ങളെ അല്ലെങ്കിൽ നമ്മളെ IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫയലിംഗ് പോർട്ടൽ. നിങ്ങൾ IT ഡിപ്പാർട്ട്മെൻറ്റ് പോർട്ടൽ എടുത്തു കഴിഞ്ഞാൽ സെയിം ഇതുപോലത്തെ ഒരു സ്ക്രീനാവും നിങ്ങൾക്ക് റിസീവ് ചെയ്യുന്നുണ്ടാവുക. ഇവിടെ നിങ്ങൾ ഫസ്റ്റ് റൈറ്റ് സൈഡിൽ എബവ് രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യാം. രജിസ്റ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടലി നിങ്ങൾക്ക് 4 ടാബ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടാവും. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ്, ദെൻ ഫിൽ ഡീറ്റെയിൽസ്, ദെൻ അതൊന്ന് വെരിഫൈ ചെയ്യണം ആൻഡ് സെക്യൂർ യുവർ അക്കൗണ്ട്. അത്രേ ഉള്ളൂ. സോ ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള സ്റ്റാർട്ട് ചെയ്തിട്ട് രജിസ്റ്റർ ആസ് ടാക്സ് പെയർ. നമ്മൾ ടാക്സ് പെയർ ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നുണ്ടാവുക. അതിന് വേണ്ടത് പാൻ നമ്പറാണ്. പാൻ നമ്പർ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. കോപ്പി പേസ്റ്റ് ചെയ്തു. ദെൻ വാലിഡേഷൻ ചെയ്യുക. പ്ലീസ് കൺഫേം ഇഫ് യു വാണ്ട് ടു രജിസ്റ്റർ ആസ് ഇൻഡിവിജ്വൽ ടാക്സ് പെയർ. നമ്മളെ ഡീറ്റെയിൽസ് തന്നതിൽ ലീഗൽ സ്റ്റാറ്റസ് തന്നിട്ടുണ്ട് ഇൻഡിവിജ്വൽ ആണ്. സോ ഇൻഡിവിജ്വൽ ടാക്സ് പെയർ ആണ്. അത് യെസ് ക്ലിക്ക് ചെയ്യുക, കണ്ടിന്യൂ. ദെൻ ബേസിക് ഡീറ്റെയിൽസ്, അതായത് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് കൊടുക്കാനുള്ളത്. നമ്മളെ ക്വസ്റ്റ്യനിൽ ആളെ നെയിം എന്ന് പറയുന്നത് രോഹിത് റാമാണ്. റാമാവും ലാസ്റ്റ് നെയിം. രോഹിത് വിൽ ബി യുവർ ഫസ്റ്റ് നെയിം. സോ റാം. രോഹിത്. ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് ആണുള്ളത്. ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് September 25th, 1995. ജെൻഡർ എന്നുള്ളത് മെയിലാണ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് റെസിഡൻ്റ് ആണ്. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ദെൻ നിങ്ങളിവിടെ നിങ്ങളെ കോൺടാക്ട് ഡീറ്റെയിൽസും അതേപോലെ പോസ്റ്റൽ ഡീറ്റെയിൽസും ആണ് കൊടുക്കാനുള്ളത്. മൊബൈൽ നമ്പർ നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക. ഓക്കെ, പ്രൈമറി നമ്പർ ബിലോങ്സ് ടു സെൽഫായിട്ടുള്ള മൊബൈൽ നമ്പറാണെന്ന് കൊടുത്താൽ മതി. ദെൻ ഇമെയിൽ ID, കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. നമ്മൾ ഈ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ സ്പേസ് വരാൻ ചാൻസ് കൂടുതലാണ്. ഇതൊരു സിമുലേഷൻ സൈറ്റ് ആയതുകൊണ്ട് തന്നെ എറേഴ്സ് വരാൻ ചാൻസ് കൂടുതലാണ്. സോ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുക. ദെൻ പോസ്റ്റൽ അഡ്രസ്സാണ് നെക്സ്റ്റ് കൊടുക്കാനുള്ളത്. പോസ്റ്റൽ അഡ്രസ് വിൽ ബി ഫ്ലാറ്റ് ഡോർ ബിൽഡിംഗ്. സെയിം ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. റോഡ് സ്ട്രീറ്റ്, ബ്ലോക്കർ നഗർ എന്നുള്ളത് രജാജി നഗർ. രജാജി നഗർ. പോസ്റ്റ് ഓഫീസ് ജയനഗർ. ആൻഡ് ഏരിയ ഓർ ലൊക്കാലിറ്റി ഓൾസോ ജയനഗർ ആണ്. പിൻകോഡ് ബംഗളൂരു ആണ്, കർണാടക പിൻകോഡ്. ഫൈവ് 560041 ആവും പിൻകോഡ്. ടൗൺ, സിറ്റി അല്ലെങ്കിൽ സ്ട്രീറ്റ്, ബംഗളൂരു urban. സ്റ്റേറ്റ് വിൽ ബി കർണാടക. സോ ഇവിടെ നമ്മൾ സെക്കൻഡ് ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കാനായി ഫിൽ ഡീറ്റെയിൽസ്. സെക്കൻഡ് ടാബ് എന്ന് പറയുന്നത് ഫിൽ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ളതാണ്. ഫസ്റ്റത്തത് പറയുന്നത് നമ്മളെ ബേസിക് ഡീറ്റെയിൽസ് ആണ്. നെയിം, ഏജ് ആൻഡ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ദെൻ കോൺടാക്ട് ഡീറ്റെയിൽസ് ആൻഡ് പോസ്റ്റൽ ഡീറ്റെയിൽസ് ആണ് കൊടുക്കാനുള്ളത്. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. ദെൻ 2 വാലിഡേഷൻ ഉണ്ടാവും. ഒന്ന് നമ്മളെ മൊബൈൽ നമ്പർക്ക് OTP വരും, അതേപോലെ തന്നെ നമ്മളെ ഇമെയിൽ IDക്കും ഒരു OTP വരും. നമ്മളെ സിമുലേഷൻ സൈറ്റിൽ OTP എന്ന് പറയുന്നത് ഈ ബ്രാക്കറ്റിൽ തന്ന നമ്പേഴ്സ് ആവും. സോ
മൊബൈൽ നമ്പറിൻ്റെ OTP എന്ന് പറയുന്നത് 283314 ആൻഡ് ഇമെയിൽ OTP എന്ന് പറയുന്നത് 187733. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തേർഡ് ടാബാണ്. ഓരോ ടാബ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും അവിടെ ഗ്രീൻ ടിക്ക് വന്നിട്ടുണ്ടാവും. തേർഡ് ടാബ് എന്ന് പറയുന്നത് വെരിഫൈ ഡീറ്റെയിൽസ് ആണ്. നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് ഒരു ചെക്ക് ചെയ്യാം. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് ചെയ്യാം. ബേസിക് ഡീറ്റെയിൽസ് ഉണ്ട്, പാൻ, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, കോൺടാക്ട് ഡീറ്റെയിൽസ്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID ആൻഡ് പോസ്റ്റൽ അഡ്രസ്സും തന്നിട്ടുണ്ട്. നമ്മളിതെല്ലാം കറക്റ്റാണ്. കൺഫേം ചെയ്യുക. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ITR രജിസ്ട്രേഷനിൽ ഞാൻ പറഞ്ഞു ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യലാണ് ITR രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. സോ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ യൂസ്വലി നമുക്ക് എന്താ വേണ്ടത്, ഒരു പാസ്വേഡ് നമ്മൾ കൊടുക്കേണ്ടി വരും. സോ ഫോർ യുവർ അക്കൗണ്ട് യു ക്യാൻ സെറ്റ് എനി പാസ്വേഡ്. ഞാനിവിടെ ഒരു പാസ്വേഡ് കൊടുക്കുകയാണ്. ആണല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുക്കാം. പാസ്വേഡ് കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ ആൻഡ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, നമ്പേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. ദെൻ നിങ്ങൾക്ക് വല്ല പേഴ്സണലൈസ്ഡ് മെസ്സേജ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അത് ഇഗ്നോർ ചെയ്യണമെങ്കിൽ ഇഗ്നോർ ചെയ്യാം. ഞാൻ ജസ്റ്റ് നെയിം എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അതായത് നമ്മൾ അഥവാ പാസ്വേഡ് മറന്നു പോയാൽ നമ്മൾ ഈ മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവർ ഈ മെസ്സേജ് നമ്മളെ കാണിക്കും. അതാണ്. സോ നെയിം എന്ന് കൊടുത്തിട്ടുണ്ട്, ഞാൻ രജിസ്റ്റർ ചെയ്തു. ഇപ്പോൾ നമ്മളെ ടാസ്ക് ഇവിടെ കംപ്ലീറ്റ് ആയി. അതായത് ITR രജിസ്ട്രേഷനിൽ നമ്മൾ എന്ത് ചെയ്തു, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. സോ ഇത്രയാണ് ITR രജിസ്ട്രേഷൻ എന്നുള്ളത്. ഇനി ലോഗിൻ ചെയ്യുമ്പോൾ പാൻ നമ്പറും അതേപോലെ പാസ്വേഡും കൊടുത്തിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. സോ ടുഡേ വി കംപ്ലീറ്റഡ് അവർ ITR രജിസ്ട്രേഷൻ സെഷൻ. സോ ഇതുപോലുള്ള ടാക്സ് റിലേറ്റഡ് ടോപ്പിക്സ് അതേപോലെ അക്കൗണ്ട് റിലേറ്റഡ് ടോപ്പിക്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ രജിസ്ട്രേഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തോളൂ.